കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഇൻകം ടാക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കേരള PSC അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതാത് മൊഡ്യൂൾ വൈസ് ആയിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. കൂടാതെ MCQ സീരീസ് ഉൾപ്പെടുത്തിയ ക്ലാസ്സുകളുടെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിലും ലഭ്യമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു പഠിതാക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ 2 പോയിൻ്റാണ് പറയാനുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകവും ടോട്ടൽ ഇൻകവും അതിൻ്റെ വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട 15ഓളം MCQ ക്വസ്റ്റ്യനുകളും നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ GTI? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ ഫ്രം ഓൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം. നമുക്കറിയാം ഇൻകം ടാക്സിൽ 5 മെയിൻ ഹെഡുകളുണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡിൻ്റെ ടോട്ടലിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. അതിൽ നിന്നിട്ട് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ്, അതായത് ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത്രയാണ് ഇപ്പോൾ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ വീണ്ടും പറയുന്നു, ഗ്രോസ് ടോട്ടൽ ഇൻകം GTI is the total income earned by a person from all 5 heads of income before allowing by deductions under chapter 6A, അതായത് സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ഡിഡക്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേയുള്ള ഫിഗറിനെയാണ്, ടോട്ടൽ ഫിഗറിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 5 ഹെഡുകളുണ്ടല്ലോ സ്ക്രീനിൽ കാണുന്നത്, ഈ 5 ഹെഡിൻ്റെ ടോട്ടലിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. അതിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ വേജ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അലവൻസ് തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോയിന്റുകൾ. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റെൻ്റൽ ഇൻകം ആണ്. ഫ്രം പ്രോപ്പർട്ടി അസസിയുടെ റെൻ്റൽ ഇൻകം. പിന്നെ ഇവിടെ ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ട്രേഡ്, ബിസിനസ് ഓർ പ്രൊഫഷൻ. അത്തരം ഇൻകം ആണ് ഈ ഹെഡിൽ കാണിക്കുക. അതിന് പുറമെ ക്യാപിറ്റൽ ഗെയിനിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, അതായത് ലാൻഡ്, ഷെയർ, ഇത്തരം ഇൻകം ക്യാപിറ്റൽ ഗെയിനിലും. ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ഇതുവരെ പറഞ്ഞതിലൊന്നും പെടാത്ത ഇൻട്രസ്റ്റ്, ലോട്ടറി വിന്നിങ്, ഗിഫ്റ്റ് പോലുള്ളവയും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന 5ാമത്തെ ഹെഡിൽ ചേർക്കും. ഈ 5 ഹെഡിൻ്റെ ടോട്ടലിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. മാത്രമല്ല, ഗ്രോസ് ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ് ഓൾ ഇൻകം ഏൺഡ് വെദർ ടാക്സബിൾ ഓർ എക്സംപ്റ്റ്. അതായത് നമ്മൾ സാലറി അല്ലെങ്കിൽ ഓരോ ഹെഡ് വൈസ് കണക്കാക്കുന്ന ടാക്സബിൾ ഇൻകം, പിന്നെ അത് മിക്കതും എക്സംപ്റ്റ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. എങ്കിലും ഡിഡക്ഷൻസ് പ്രകാരം ഒഴിവാക്കേണ്ടതും അതിൽ ഇൻക്ലൂഡ് ആയതിനാലാണ് വെദർ ടാക്സബിൾ ഓർ എക്സംപ്റ്റ് എന്ന് പറഞ്ഞത്. അൺലെസ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ്. ലോസ് അണ്ടർ വൺ ഹെഡ് മേ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അനദർ ഹെഡ്. ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് GTI കിട്ടുക. അതായത് ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ആർ അപ്ലൈഡ് ബിഫോർ കമ്പ്യൂട്ടിംഗ് GTI. ഇനി നോക്കേണ്ടത് ടോട്ടൽ ഇൻകം ആണ്. 2ാമത്തെ ഈ ക്ലാസ്സിലെ ടേമാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ് GTIന്ന് 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. അതായത് താഴെ കാണുന്ന ഫോർമുല നോക്കുക. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം GTI മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A എന്ന് പറഞ്ഞാൽ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ്, അത് ഡിഡക്റ്റ് ചെയ്താലാണ് ടോട്ടൽ ഇൻകം കിട്ടുക. ഇനി മീനിങ് നോക്കാം. ടോട്ടൽ ഇൻകം ഈസ് ദി ഇൻകം ഓൺ വിച്ച് ടാക്സ് ഈസ് ആക്ച്വലി പേയബിൾ. It is derived by deducting
എലിജിബിൾ ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ 80C to 80U വരെയുള്ള 19ഓളം ഡിഡക്ഷൻസ് അതായത് ഇതിൽ അപ്ലിക്കബിൾ ആവാച്ചത് പ്രകാരം കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എല്ലാ ഡിഡക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒന്ന് 80C പ്രകാരം 1,50,000 രൂപ വരെ മാക്സിമം എല്ലാം കൂടെ ഉൾപ്പെടെയാണ് 1,50,000 രൂപ മാക്സിമം ലിമിറ്റ്. LIC, PPF, NSC, ELSS, ട്യൂഷൻ ഫീസ് ഇതെല്ലാം കൂടെ പല ഫിഗേഴ്സ് ഉണ്ടാവും. അതെല്ലാം കൂടെ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാറ്റിൻ്റെയും കൂടെ മാക്സിമം ലിമിറ്റ് 1,50,000 രൂപ വരെയും. സെക്ഷൻ 80D പ്രകാരം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയവും സെക്ഷൻ 80G പ്രകാരം ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്ഷൻ 80E പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ, സെക്ഷൻ 80TTA, 80TTB അതായത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ് അക്കൗണ്ട് ആണ്, ഡെപ്പോസിറ്റ് ആണ്. 80U പ്രകാരം ഡിഡക്ഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഇത് പ്രധാനപ്പെട്ട സെഷൻസ് മാത്രം സൂചിപ്പിച്ചൊരു എക്സാമ്പിളാണ്. ഇതുപോലുള്ള ഡിഡക്ഷൻസ് ആണ് GTI എന്ന് കുറക്കുക, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കുക. അതിന് ശേഷം കിട്ടുന്ന ഫൈനൽ ഫിഗറിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഇനി റൗണ്ടിങ് ഓഫ് സെക്ഷൻ 288A പ്രകാരം 10 രൂപ ആണ് റൗണ്ട് ഓഫ് ചെയ്യുക. ടോട്ടൽ ഇൻകം ഈസ് റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് ഓഫ് 10 അണ്ടർ സെക്ഷൻ 288A. നിയറസ്റ്റ് 10ലേക്ക് എന്ത് ചെയ്യും? റൗണ്ട് ഓഫ് ചെയ്യും ടോട്ടൽ ഇൻകത്തെ. ടോട്ടൽ ഇൻകത്തെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഒറ്റ നോട്ടത്തിൽ ഡിഫറൻസ് ഒന്നും കൂടി പറയാം. അതായത് GTI എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻകം ഫ്രം ഓൾ ഹെഡ് ബിഫോർ ഡിഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഹെഡിൻ്റെയും ഡിഡക്ഷൻസിൻ്റെ മുമ്പ് ഉള്ള ആ ഫിഗറിനെയാണ്, സമ്മിനെയാണ് GTI എന്ന് പറയാം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ആഫ്റ്റർ ഡിഡക്ഷൻസ് ഫ്രം GTI. അതിന്ന് GTIന്ന് ഡിഡക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. ഓൾ ടാക്സബിൾ ഇൻകം. അപ്പോൾ അതായത് GTI സംബന്ധിച്ചിടത്തോളം എല്ലാം ടാക്സബിൾ ഇൻകം ആണ്. പക്ഷേ ടോട്ടൽ ഇൻകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലി ഇൻകം ചാർജബിൾ ടു ടാക്സ്. എല്ലാ ഡിഡക്ഷൻസ് കഴിഞ്ഞ് കിട്ടുന്ന ആ ഫിഗർ ആയിരിക്കും എന്ത് ചെയ്യാം? ഇൻകം ടാക്സ് ചാർജ് ചെയ്യാം. പിന്നെ ഡിഡക്ഷൻസ് ഒന്നും GTIന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഡിഡക്ഷൻസ് എല്ലാം ചാപ്റ്റർ 6A പ്രകാരം ഡിഡക്ഷൻസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തതാണ് ടോട്ടൽ ഇൻകം. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നോട്ട് ഫൈനൽ ഫോർ ടാക്സ്. ഇവിടെ എല്ലാം ഈ പ്രോസസ് അവസാനിക്കുന്നത് ഈ ഡിഡക്ഷൻസ് ചെയ്തത് കൂടി കഴിയുമ്പോഴാണ് ഫൈനൽ ഫിഗർ ഫോർ ടാക്സ് കാൽക്കുലേഷന് നമുക്ക് കിട്ടുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട MCQ സീരീസ് നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഗ്രിഗേറ്റിംഗ് ഇൻകം ഫ്രം ഹൗ മെനി ഹെഡ് ഓഫ് ഇൻകം. എത്ര ഹെഡ് ഇൻകം കൂടിയതാണ് GTI എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യം സൂചിപ്പിച്ച് 5 ഹെഡ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം HP, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിന്, പിന്നെ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡിൻ്റെ ടോട്ടലാണ് GTI. അപ്പോൾ ആൻസർ 5 ആണ്. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ ഹെഡ് ഓഫ് ഇൻകം അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഈ പറഞ്ഞ 5 ഹെഡിൽ പെടാത്ത ഹെഡ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇൻകം ഫ്രം സാലറി അതിൽ പെട്ടതാണ്, ഇൻകം ഫ്രം അഗ്രികൾച്ചർ അതിൽ പെട്ടതല്ല. ആൻസർ B തന്നെയാണ്. C ഇൻകം ഫ്രം HP ഹെഡിൻ്റെ ഭാഗമാണ്, ക്യാപിറ്റൽ ഗെയിന് മറ്റൊരു ഹെഡും കൂടെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇൻകം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിഡക്റ്റിംഗ്. എന്ത് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഇൻകം കിട്ടുക? അതായത് ഇൻകം ടാക്സ് ആണോ? അല്ല. അഗ്രികൾച്ചർ ഇൻകം ആണോ? അല്ല. ചാപ്റ്റർ 6A പ്രകാരമുള്ള 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുമ്പോഴാണ് എന്ത് കിട്ടുക? ടോട്ടൽ ഇൻകം ഈസ് ഒബ്റ്റൈൻഡ്. അപ്പോൾ C ഓപ്ഷനാണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻകം ഫ്രം ലോട്ടറി ആൻഡ് ഹോഴ്സ് റൈസിംഗ് ഈസ് ടാക്സബിൾ അണ്ടർ വിച്ച് ഹെഡ് ഓഫ് ഇൻകം? അതായത് അത് സാലറിയിലാണോ, HP ആണോ, ക്യാപിറ്റൽ ഗെയിൻ ആണോ, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ സൂചിച്ചിട്ടുണ്ടായിരുന്നു ഹോഴ്സ് റൈസിംഗ്, അതല്ലെങ്കിൽ ഗിഫ്റ്റ്, അതല്ലെങ്കിൽ ബെറ്റിംഗ്,
ലോട്ടറി, അതൊക്കെ ഏതിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. സാലറി ഇൻകം, പിന്നെ വേജ് പോലുള്ളതും. ഹൗസ് പ്രോപ്പർട്ടിയിൽ റെൻ്റൽ പ്രോപ്പർട്ടി ഇൻകവും. ക്യാപിറ്റൽ ഗെയിനിൽ ലാൻഡ് അല്ലെങ്കിൽ ഷെയർ പോലുള്ള സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും ഇൻകം ഫ്രം അതർ സോഴ്സിൽ നേരത്തെ പറഞ്ഞവയാണ് വരിക. ഇനി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ഈസ് അലൗഡ് ഫ്രം, എവിടുന്നാണ് 80C? ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തെന്നുള്ളൂ. 80C അല്ലെങ്കിൽ ഈ ഡിഡക്ഷൻസും എവിടുന്നാണ്? ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷൻസ് എവിടുന്നാണ് കുറക്കുക? അത് നമ്മൾ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? GTI എന്നാണ്. ഇൻകം ഫ്രം സാലറി എന്നോ ടോട്ടൽ ഇൻകത്തിൽ നിന്നൊന്നല്ല. അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് 80C to 80U വരെയുള്ള ചാപ്റ്റർ 6A പ്രകാരമുള്ള എല്ലാ ഡിഡക്ഷൻസും കുറക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ടോട്ടൽ ഇൻകം ഈസ് ആൾസോ നോൺ ആസ്, ഗ്രോസ് ഇൻകം ആണോ? അല്ല. പിന്നെ നെറ്റ് ഇൻകം, പിന്നെ അസസബിൾ ഇൻകം അല്ല. ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻകം അല്ലെങ്കിൽ അസസബിൾ ഇൻകം എന്നിങ്ങനെ എന്തിനെ പറയാൻ പറ്റും? ടോട്ടൽ ഇൻകത്തിന് മറ്റൊരു പേരായിട്ട് പറയാൻ പറ്റും. നെറ്റ് ഇൻകം, അസസബിൾ ഇൻകം. നെറ്റ് ഇൻകം, അസസബിൾ ഇൻകം. വിച്ച് സെക്ഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് അലൗസ് ഡിഡക്ഷൻസ് ഫോർ ഡൊണേഷൻ ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്? നമ്മൾ എക്സാമ്പിൾ കോട്ട് ചെയ്തതിൽ വന്ന ഒരു ഡിഡക്ഷൻ ആയിരുന്നത് 80Cയിൽ ഒരുപാട് എണ്ണം വരും. അതായത് എന്താണ് RPF, അതുപോലെ PFകളിലേക്കുള്ളത്, പിന്നെ LIC, അങ്ങനെ ഒരുപാട് എണ്ണം 80Cയിൽ തന്നെ വരും. അതൊക്കെ പാടെ കൂടിയിട്ട് 1,50,000 മാക്സിമം ലിമിറ്റ് കുറക്കാൻ കഴിയുള്ളൂ. പിന്നെ 80D പ്രകാരം എന്താണ് മെഡിക്കലും 80G ആണ് ഇവിടുത്തെ ആൻസർ. ഏത്? ഡിഡക്ഷൻസ് ഫോർ ഡൊണേഷൻ ടു ചാരിറ്റബിൾ ട്രസ്റ്റും 80E എഡ്യൂക്കേഷനുമാണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ഈസ് ഡൺ. ഈ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡും എപ്പോഴാണ്? ആഫ്റ്റർ അല്ല, ബിഫോർ GTI ഇല്ല. അത് കഴിഞ്ഞിട്ടേ GTI കിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ബിഫോർ കമ്പ്യൂട്ടിംഗ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. പിന്നുള്ളത് ക്ലബിംഗ് ഓഫ് ഇൻകം ഈസ് അപ്ലിക്കബിൾ വെൻ. എപ്പോഴാണ് ക്ലബിംഗ് നടത്തുക? മറ്റൊരു ഇൻകം കൂടി ഈ അസസിൻ്റെ പേരിലാക്കുക. ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പോഴാണോ? മൈനർ ചൈൽഡ് ഏൺ ഇൻകം എന്നാണ് ആൻസർ. അതായത് സാലറി ഏൺഡ് ഫ്രം 2 ജോബ്സ് അല്ല. ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഏൺഡ് അതുമല്ല. മൈനർ ചൈൽഡിന് ഏണിംഗ് ഉണ്ടെങ്കിൽ ആ ഏണിംഗ് ക്ലബ് ചെയ്യാറുണ്ട് അസസിൻ്റെ ഇൻകമായിട്ട്. അതിനാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയാം. റൗണ്ടിങ് ഓഫ് ടോട്ടൽ ഇൻകം ഈസ് ഡൺ ടു ബി ദ നിയറസ്റ്റ്. നമ്മൾ പറഞ്ഞ സെക്ഷൻ 288 റൗണ്ടിങ് ഓഫ് നിയറസ്റ്റ് 10 ആണ്. 100, 100 ഒന്നുമല്ല, 1000 ഒന്നുമല്ല. ആൻസർ എന്താണ്? 10 rupeesലേക്കാണ് എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. ഇപ്പോൾ 15 ആണെങ്കിൽ 16 ആണെങ്കിൽ അത് 20ലേക്ക് റൗണ്ട് ചെയ്യും. ഇൻകം ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. എന്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക? ഫൈനൽ ഫിഗർ ഏതാണ്? GTI ആണോ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ആണോ? അതിലെ ഡൗട്ട് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ ഡിഡക്ഷൻസും കുറച്ച് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക. ഓപ്ഷൻ B ആണ്. എക്സെപ്റ്റഡ് ഇൻകം ഒന്നും അല്ല. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ഷൻസ് ഈസ് അലൗഡ്. ഒരിക്കലും മാറിപ്പോണ്ടയില്ല. 80D ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. 80C പ്രകാരം LIC, PPF, RPF, പിന്നെ NSC അതുപോലുള്ള ഒരുപാട് എണ്ണത്തിലേക്ക് 1,50,000 രൂപ മാക്സിമം ലിമിറ്റ് വെച്ചിട്ട് കുറക്കാം. 80G ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. 80D മെഡിക്കൽ. ഈ ആൻസർ പ്രകാരം മെഡിക്കലാണ്. 80E എഡ്യൂക്കേഷൻ ആണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് ഫുള്ളി എക്സെപ്റ്റ് ഇൻകം? ഫുള്ളി എക്സെപ്റ്റ് ഇൻകം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് എന്ത് തന്നെയാണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. സാലറി ഒന്നുമല്ല. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അല്ല. പിന്നെ ലോട്ടറി ഇൻകം ഒന്നൊന്നും ഫുള്ളി എക്സെപ്റ്റഡ് അല്ല. അത് എന്ത് മാത്രമേ ഉള്ളൂ? അഗ്രികൾച്ചറൽ ഇൻകം മാത്രമേ ഉള്ളൂ. നോക്കാം. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് എ ഹൗസ് ഈസ് ടാക്സ്ഡ് അണ്ടർ. സബ്ലെറ്റിംഗ് ഓഫ് എ ഹൗസ് എന്നതൊക്കെ എന്താ പറയുക, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. പലപ്പോഴും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നത് അത് പ്രോപ്പർട്ടി റെൻ്റൽ ഇൻകം ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ അറിയാം. സബ്ലെറ്റിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും അത് എന്താണ്
മറിച്ച് ലെറ്റ് ചെയ്യുമ്പോൾ റെൻറ്റിന് കൊടുക്കുമ്പോഴുള്ള ഇൻകമാണ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഡിഡക്റ്റഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ഗ്രോസ് ടോട്ടൽ ഇൻകം. GTI കണക്കാക്കുമ്പോൾ താഴെ പറയുന്ന ഏതോ ഒന്ന് കുറക്കാറില്ല. അത് ഏതാണ്? സെറ്റ് ഓഫ് ലോസും ക്ലബിംഗ് ഓഫ് ഇൻകം, ഇൻകം ഫ്രം സാലറി ഒക്കെ GTIൻ്റെ മുൻപേ ചെയ്യുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്ന ഫിഗറാണ് GTI. ഓപ്ഷൻ എ പ്രകാരമുള്ള സെക്ഷൻ 80C എപ്പോഴേ വരെയുള്ളൂ? ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറക്കുന്നതാണ്. അപ്പം നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. 2 ടേം പഠിച്ചിട്ടുള്ളൂ, GTIയും ടോട്ടൽ ഇൻകവും. 5 ഹെഡിൻ്റെ ടോട്ടലെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയാം. അത് എന്തിനു ശേഷം കിട്ടുന്നതാണ്? ഈ പറയുന്ന സെറ്റ് ഓഫും ക്ലബിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫിഗറാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A പ്രകാരമുള്ള 80C to 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും കുറച്ചിട്ട് കിട്ടുന്ന ഫിഗറിനെയാണ് ടോട്ടൽ ഇൻകം എന്നും പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.